ഹലോ വീഡിയോ എടുത്ത് അതായത് നമുക്ക് സ്റ്റണ്ട് കാണിച്ചു തരാം സൈക്കിൾ സ്റ്റണ്ട്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേര് സ്റ്റണ്ട് മാസ്റ്റർ. ദാ വരുന്നു. വെയിലത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സ്റ്റണ്ടർക്കൊരു 1K ലൈക്സ്, 1K ലൈക്ക് കിട്ടണം. 1K ജസ്റ്റിസ്. എന്താണ് പറയാനല്ലേ? പോല മാക്സിമം ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും. സ്ഥലമില്ല. ഫോക്കസ് ഡിസ്ക് അടിച്ചു. ഫോക്കസ് മീൻ ഫോക്കസ് എന്താണ് പറയാനുള്ളത്? നമുക്ക് കുറച്ച് സീറ്റ് പൊന്തിച്ചിട്ടാക്കാം. കണ്ടോളൂ. അയ്യോ അങ്ങോട്ട് ഫോക്കസ് ചെയ്തോ. ഓക്കെ, പവറാണ്, ഫുൾ പവറാണ്. നമ്പർ പ്ലേറ്റ് കാണിക്കാൻ പാടില്ല. ക്യാമറ ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം ഗൈസ്. ഫ്രണ്ട് പൊന്തിക്കാണ്ടായി അമ്മച്ചി പോടെ. എന്താ ഇത്? അയ്യോ അമ്മേ ലാസ്റ്റ് ട്രൈ ആണ്. നമ്പർ പ്ലേറ്റ് മാത്രമേ കാണിക്കുള്ളൂ. ക്യാമറ താത്തി വെച്ചോ. ഇങ്ങനെ എൻ്റെ ബാക്കിൽ ടയർ ഫോക്കസ് ചെയ്തിട്ട് താത്തി ഇങ്ങനെ അങ്ങനത്തെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ടയർ കുറച്ച് നനക്കണം. നമ്മളെ ഗപ്പീൻ്റെ ടാങ്ക് കാണിച്ചു തരാം. വേണ്ട നമുക്ക് പറഞ്ഞു കാണാം. പൈസ ഇങ്ങോട്ട് അങ്ങനെ കണ്ട ടയറിലാക്കല്ല. നമ്മളെ ഗിയർ വരുന്ന സൈക്കിളിന് ഗിയർ വരുന്ന ടെങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് സൈക്കിളിൻ്റെ. പിന്നെ സസ്പെൻഷൻ വരുന്നത് ക്രാഡിയാക്കിൻ്റെ E30 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ് സസ്പെൻഷൻ വരുന്നത്. ഇത് ടെങ്സ്റ്ററിൻ്റെ ക്രോസ് ട്രാക്ക്
ഇതാണ് ഗൈസ് വരുന്നത്. പിന്നെ 7 സ്പീഡാണ് ഗൈസ്, MTB ആണ്. കുറച്ച് ദിവസമായി ഗൈസ് ഹാൻഡിൽ മാറ്റണം. പിന്നെ വരുന്നത് ഇതാണ് ഗൈസ്, ചങ്ങല അറിയില്ല ഇത്രയോ ആണ്. പിന്നെ ഗിയർ വരുന്നത് സൺറൈസ് ഇന്തോനേഷ്യയാണ്, ഇൻഡെക്സിൻ്റെയാണ്. പിന്നെ ഗിയർ 7 സ്പീഡാണ്. മുമ്പിൽ ഒറ്റ ക്രാങ്കയിലും ഗൈസ് കാലടിച്ച് വെച്ച് ഇതാണ്. പിന്നെ ടയർ വരുന്നത് കുറച്ച് സ്റ്റെൻഡിങ് ടയറാണ് AMTB. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. കുഞ്ഞിൻ്റെ സൈക്കിൾ എടുത്തോളൂ, ബാക്കി അപ്പോഴത്തെ കഴിഞ്ഞു. ഇതിപ്പോൾ ഒന്നും കേട്ടില്ല ഗൈസ്. ഇപ്പം പറഞ്ഞുതരാം. സൈക്കിൾ ആകത്തില്ല, ഇറങ്ങി എൻ്റെ ഒന്നും പറയാം. പക്ഷെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ്. മുമ്പിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ്. അതേ സെയിം ആണ് ഗൈസ്. പക്ഷേ സിംഗിൾ സ്പീഡാണ് ഗൈസ്, സിംഗിൾ സ്പീഡാണ്. പിന്നെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക്, ആദ്യ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡിസ്ക് ബ്രേക്ക്. സസ്പെൻഷൻ വരുന്നില്ല. അതിനൊക്കെ ഒരു അലൂമിനിയത്തിൻ്റെ ഫ്രെയിമാണ് ഗൈസ്. കാർബൺ ഫൈബറാണ് ഫുൾ ബോഡി വരുന്നത്. അതുകൊണ്ട് ഒരു വെയിറ്റും ഇല്ല ഗൈസ്. ഇത് കാർബൺ ഫൈബറിൻ്റെ ബോഡിയാണ് ഗൈസ്. ഫുൾ കാർബൺ ഫൈബറല്ല, ഇതും ഒരു കാർബൺ ഫൈബർ. പിന്നെ ഈ വരുന്ന കമ്പി നമ്മൾ എക്സ്ട്രാ കാർബൺ ഫൈബർ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫുൾ അലൂമിനിയാണ് ഗൈസ് വരുന്നത്. ഇതോ ഒരു വെയിറ്റില്ല ഗൈസ്. ഞാൻ പിടിക്കണ്ട മനസ്സിൽ ഒരു വെയിറ്റും ആയിട്ട് വരുന്നില്ല. ഇത് ഇവിടെ ഒരു പിടിക്കേണ്ട ഒരു പുള്ളി ഇങ്ങനെ ഒടിച്ചിട്ട് പൊന്തിക്കാം. ഒരു വെയിറ്റ് വരുന്നില്ല. ഇത് എൻ്റെ ബോഡി എന്ന് വെച്ചാൽ മുമ്പിലത്തെ ഷോക്കിൻ്റെ ഇതില്ല, ഈ ഭാഗം മാത്രം കാർബൺ ഫൈബറാണ്, ബാക്കി ഫുൾ അലൂമിനിയാണ് ഗൈസ്. അലൂമിനിയം, ലൈറ്റ് വെയ്റ്റ് അലൂമിനിയം. അതാണ് ഗൈസ് MTBക്കെല്ലാം ലൈറ്റ് വെയ്റ്റ് അലൂമിനിയാണ് ഗൈസ് വരിക. നോർമലാണ് ഗൈസ്, ഈശി പൂശി. ടയറിൻ്റെ വെയിറ്റ് ഗിയറിൻ്റെ അതേപോലത്തെ വരുന്നതും ഈ ബോഡീൻ്റെ വെറും 1 ഗ്രാംസാണ് ഗൈസ് വരുന്നത്. ഫുൾ അലൂമിനിയാണ്. അതാണ് ഗൈസ് MTB സൈക്കിളിനെല്ലാം അലൂമിനിയം. ഗൈസ് അലൂമിനിയം കാർ ഉണ്ടെങ്കിൽ തൂക്കി എടുത്തറിയാം. ഈ അലൂമിനിയത്തിന് നല്ല പൈസ ഗൈസ്. ഇതിന് വന്നത് 18,000 ആണ്. 18,000. ഇതിനെത്രയിനു? 11,000. ഫുൾ അലൂമിനിയാണ്, ലൈറ്റ് വെയ്റ്റ് സാധനം. പിന്നെ നമുക്ക് ഓഫറിന് കിട്ടിയ 13,000. ഇത്രയിന്? 13,000. ആ, ഫുൾ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത്രയും സാധനം നടക്കാം. അത്രക്കും ഫുൾ ലൈറ്റ് വെയ്റ്റ് ആണ് അലൂമിനിയം. സ്റ്റെൻഡിന് മാത്രം വേണ്ട സൈക്കിളാണ്. നമുക്ക് ഇതൊക്കെ ഇതെല്ലാം വരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇരുന്നത് ഇത് ബ്രേക്ക് ഫുള്ള് പോയതാണ്. ഷിമാനോൻ്റെ ബ്രേക്കാണ് വരുന്നത്. ഫുള്ള് ഷിമാനോ എല്ലാം പോക്കിട്ടാണ്. ഫുൾ പോക്കി ഗിയറും ബ്രേക്കും എല്ലാം, ബ്രേക്കെല്ലാം ലൂസാണ് ഗൈസ്. അതിൻ്റെ ബ്രേക്ക് പാഡ് തീരാനായി. ബിഗ് ബുൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് വേറെയാണ് ഗൈസ്, ഇത് വേറെയാണ്. പോപ്പ് സ്റ്റാർ അല്ല ഗൈസ്, ഇത് ഹീറോൻ്റെ നമ്മൾ വേറെ സ്റ്റിക്കർ ഇട്ടിച്ചതാണ് ഗൈസ്. ഹീറോൻ്റെ ഇത് സ്റ്റെൻറ്റർ എന്ന് പറയുന്നൊരു ഇതിൻ്റെയാണ്. പിന്നെ ടയർ വരുന്നത്
ഹെയർടെക്സിൻ്റെ എക്സ്ട്രാ ബോൾട്ട് എന്ന് പറയുന്നതാണ്. 20x3.0 നൈലോൺ ടയറാണ് യൂസ് ചെയ്യുന്നത്. ഓഫ്-റോഡ് ചെയ്യാം. അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ടയറിനായിട്ട്. അപ്പോൾ ഇത്രയിലാണ് കേസ് ഇത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.